ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പേഴ്സൻറ്റേജ് അഥവാ ശതമാനം എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. പേഴ്സൻറ്റേജ് അഥവാ ശതമാനം എന്ന് പറയുന്നത് 100-ൽ എത്ര ഭാഗം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം 100 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്ര ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്, അതിനെയാണ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സർക്കിൾ നമ്മളൊരു കേക്കായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിനെ ഞാൻ 100 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തു. 100 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ 100 പാർട്സ് ഉണ്ട് കേട്ടോ. 100 ഈക്വൽ പാർട്സായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അതിൽ ഒരു 3 പാർട്സ് ഞാൻ എടുത്തു. അപ്പോൾ നമുക്ക് പറയാം ഞാൻ എത്ര പേഴ്സൻറ്റേജാണ് എടുത്തത്. 100-ൽ 3 പാർട്സാണ്. അപ്പോൾ ഇതിൽ പേഴ്സൻറ്റേജിൽ പറയുമ്പോൾ 3%. ഈ കേക്കിൻ്റെ 3%ആണ് ഞാൻ എടുത്തത്. അങ്ങനെയാണ് നമ്മൾ പേഴ്സൻറ്റേജ് അഥവാ ശതമാനം പറയുന്നത്. ഇനി ഞാൻ ഈ സെയിം കേക്കിനെ തന്നെ 50 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 50 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തതിൽ 2 പീസ് ഞാൻ എടുത്തു. 2 പാർട്ട് ഞാൻ എടുത്തു. അപ്പോൾ ഞാൻ എടുത്തത് എത്രയാണ്? 50-ൽ 2 ഭാഗമാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ പേഴ്സൻറ്റേജിൽ പറയാം? വെറുതെ ഇതിനൊന്ന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 50 100-ൽ 2 പ്രാവശ്യം പോവും. അപ്പോൾ 4. അപ്പോൾ ഞാൻ 50 പാർട്സിൽ 2 പാർട്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പേഴ്സൻറ്റേജിൽ പറയുമ്പോൾ അത് 4% ആയിരിക്കും. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. ഒരു കുട്ടിക്ക് ഒരു എക്സാമിൽ 100-ൽ 80 മാർക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ പേഴ്സൻറ്റേജിൽ എഴുതാം? 100-ൽ 80, അതായത് 80% അല്ലേ, 80%. അങ്ങനെ നേരെ എഴുതാം. ഇനി ഇതേ കുട്ടിക്ക് തന്നെ 50-ൽ 30 മാർക്ക് കിട്ടി. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ പേഴ്സൻറ്റേജിൽ എഴുതാം? വെറുതെ 100 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 50 100-ൽ 2 പ്രാവശ്യം പോവും. 30 × 2 60 അല്ലേ, 60% ആണ്. അപ്പോൾ ഇത് ഈ 50-ൽ 30 മാർക്ക് കിട്ടിയെന്ന് പറയുന്നത് പേഴ്സൻറ്റേജിൽ പറയുമ്പോൾ 60% മാർക്ക്. ഇനി നമുക്ക് കുറച്ച് സംഖ്യകളുടെ പേഴ്സൻറ്റേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അതായത് നമുക്ക് 5% ഓഫ് 30, 30-ൻ്റെ 5% എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 / 100, 100-ൽ 5, അങ്ങനെയാണ് 5% എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എഴുതേണ്ടത് ഏതിൻ്റെ ആണോ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ 30-ൻ്റെ ആണ് പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 30 എന്ന് ആദ്യം എഴുതുക, ഇൻറ്റു എത്ര പേഴ്സൻറ്റേജ് ആണോ കണ്ടുപിടിക്കേണ്ടത് അത് എഴുതുക. 5% ആണ്. അപ്പോൾ 5% എന്ന് എഴുതുന്നത് 5 / 100 അങ്ങനെയാണ്. ഇതിൽ 0 കട്ട് ചെയ്ത് പോവും. പിന്നെ 3 × 5 15 / 10, താഴെ 10 ആണ്. അപ്പോൾ ഒരു സംഖ്യ നീക്കിയിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1.5. അപ്പോൾ ആൻസർ 1.5%. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കി വെക്കാം. 25% ഓഫ് 24, 24-ൻ്റെ 25%. അപ്പോൾ 25% എന്ന് പറയുന്നത് 25/100, അതിനാണ് 25% എന്ന് പറയുന്നത്. അപ്പോൾ 24-ൻ്റെ 25%, 24 × 25/100. അപ്പോൾ ഇതിൽ 25 100-ൽ 4 വട്ടം പോവും. 4 24-ൽ 6 വട്ടം പോവും. അപ്പോൾ ആൻസർ 6%. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. 50% ഓഫ് 20, 20-ൻ്റെ 50%. അപ്പോൾ 20 × 50/100. ഇതിൽ ഈ 0 കട്ട് ചെയ്ത് പോവും. ഈ 0 20-ലെ 0 കട്ട് ചെയ്ത് പോവും. 5 × 2 10%. ഇനി നമുക്ക് 100% ഓഫ് 100, 100-ൻ്റെ 100% എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ 100 × 100 / 100. 100% എന്ന് പറയുന്നത് 100 / 100. അപ്പോൾ ഇതിൽ ഈ 0 ഈ 2 0 കട്ട് ചെയ്ത് പോവും. അപ്പോൾ ആൻസർ 100 തന്നെ. അപ്പോൾ 100-ൻ്റെ 100% എന്ന് പറയുന്നത് 100%.
ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 125% ഓഫ് 8ൻ്റെ 125%. അപ്പോൾ 8 × 125 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഇതിൽ 125ൽ 5 പ്രാവശ്യം പോവും, 25 100ൽ 4 പ്രാവശ്യം പോവും. ഇനി 4 8ൽ 2 വട്ടം പോവും. അപ്പോൾ 5 × 2 10%. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. 120% ഓഫ് 200. 200ൻ്റെ 120%. അപ്പോൾ 200 × 120 ഹരിക്കണം 100. അപ്പോൾ ഇതിൽ ഈ 2 0യും ഈ 2 0യും കട്ട് ചെയ്ത് പോവും. അപ്പോൾ 2 × 120 240%. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു എക്സാമ്പിൾ കൂടി നോക്കി നോക്കാം. 31% ഓഫ് 63. 63ൻ്റെ 31%. അപ്പോൾ 63 × 31 ഹരിക്കണം 100. അപ്പോൾ ഇതിൽ നമുക്കൊന്നും കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആദ്യം 63 × 31 ചെയ്യാം. അപ്പോൾ ഇതിൽ 1 3 3 2 1 6 3 9 6 × 3 18 3 10 15 1 9. അപ്പോൾ 1953 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഇവിടെ താഴെ 2 0 ആണ്. അപ്പോൾ 2 സ്ഥാനം നീക്കിയിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 19.53. 19.53% 31% ഓഫ് 63യുടെ ആൻസർ.